കേരളം വികസനത്തിന്റെ കുതിപ്പിലാണല്ലോ ഇപ്പോൾ. ഇത്തരത്തിൽ സമഗ്ര മേഖലയിലും വികസനം സാധ്യമാകുമ്പോൾ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറുകയാണ് ഓരോ ദിവസവും. ഓരോ ജില്ലയും ഇത്തരത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ അടിമുടി മാറാനൊരുങ്ങുകയാണ് കേരളത്തിന്റെ കൊല്ലം ജില്ല. തൂത്തുക്കുടി മോഡൽ വികസനമാണ് നടക്കാൻ പോകുന്നത്. കൊല്ലം തുറമുഖം തോട്ടണ്ടി ഇറക്കുമതി കേന്ദ്രമാകാൻ പോകുന്നു. ഇതുകൊണ്ട് കേരളത്തിനും പ്രത്യേകിച്ച് കൊല്ലത്തിനുമുള്ള നേട്ടങ്ങൾ എന്തൊക്കെയെന്നറിയണ്ടേ? വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നറിയണ്ടേ? പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആതിര. തോട്ടണ്ടി ഇടപാടിന്റെ കേന്ദ്രമാക്കി കൊല്ലം തുറമുഖത്തെ മാറ്റാൻ പദ്ധതി സമർപ്പിച്ചു കഴിഞ്ഞു. തൂത്തുക്കുടി തുറമുഖത്തിന്റെ മാതൃകയിലാണ് സ്വകാര്യ കമ്പനി ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പള്ളിത്തോട്ടത്ത് കേരള മാരിടൈം ബോർഡിന്റെ കീഴിലുള്ള തുറമുഖത്തെ ഗോഡൌൺ വാടകയ്ക്കെടുത്ത തോട്ടണ്ടി അടക്കമുള്ള വസ്തുക്കൾ സംഭരിച്ച് വിൽക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലെത്തി നല്ല തോട്ടണ്ടിക്ക് കരാർ ഉറപ്പിക്കുന്ന ഫാക്ടറി ഉടമകൾക്ക് നിലവാരം ഇല്ലാത്ത തോട്ടണ്ടി ലഭിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തൂത്തുക്കുടിയിൽ തോട്ടണ്ടി എത്തിയ ശേഷം ഗുണനിലവാരം ഉറപ്പിച്ചതിന് ശേഷം വാങ്ങാൻ വ്യവസായികൾ നിർബന്ധിതരാകുകയായിരുന്നു. നിലവിൽ ഇപ്രകാരമാണ് ഇടപാടുകൾ നടക്കുന്നത്. സമാന രീതിയിൽ കൊല്ലം തുറമുഖത്ത് തോട്ടണ്ടി എത്തിച്ചതിന് ശേഷം വിപണനം നടത്താനാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ടൈൽസ് അടക്കമുള്ള നിർമ്മാണ സാമഗ്രികളും എത്തിക്കുന്നതായിരിക്കും. 4000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഗോഡൌൺ നിലവിലുണ്ടെങ്കിലും കാര്യമായി ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇതിന്റെ വാടകയിൽ ഇളവ് നൽകണമെന്ന് പദ്ധതി സമർപ്പിച്ചിട്ടുള്ള സ്വകാര്യ കമ്പനിയായ സ്വാതി എന്റർപ്രൈസസ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള കാഷ്യൂ ബോർഡിന്റെ തോട്ടണ്ടി ഇറക്കുമതി കൊല്ലം വഴിയായിരിക്കും നടക്കുന്നത്. ഇതുവഴി എന്തൊക്കെ ഗുണങ്ങളാണ് കൊല്ലത്തിന് എന്ന് നോക്കണ്ടേ? കൊല്ലം പോർട്ടിന് വരുമാന വർധനവ് ഉറപ്പായും ഉണ്ടാകും. അതോടൊപ്പം തൊഴിലാളികൾക്ക് നിരവധി ജോലി അവസരങ്ങളും ലഭിക്കും. കൂടുതൽ ചരക്ക് സർവീസുകളും എത്തും. അനുബന്ധ മേഖലയിലും വളർച്ച കുതിപ്പുണ്ടാകും. ഉൾനാടൻ ക്രൂയിസ്, അഷ്ടമുടിക്കായൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഡംബര നൗകയിൽ വിനോദസഞ്ചാരത്തിനുള്ള പദ്ധതിയും തുറമുഖം അധികൃതർക്ക് കമ്പനി സമർപ്പിച്ചിട്ടുണ്ട്. ഒരേ സമയം 40 പേർക്ക് സഞ്ചരിക്കാവുന്ന 2 ഡെക്കുകളുള്ള ശീതീകരിച്ച നൗകയാണ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ ടഗുകളും ബാർജുകളും കൂറ്റൻ മത്സ്യബന്ധന ബോട്ടുകളും അറ്റകുറ്റപ്പണി നടത്താനുള്ള മിനി ട്രൈഡോക്കാണ് കമ്പനി സമർപ്പിച്ചിട്ടുള്ള മറ്റൊരു പ്രധാന പദ്ധതി. നീണ്ടകര, ശക്തികുളങ്ങര എന്നിവിടങ്ങൾ പദ്ധതിക്കായി തുറമുഖം അധികൃതർ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. കുറഞ്ഞത് 3 മീറ്ററെങ്കിലും ആഴമുള്ള പ്രദേശമാണ് കമ്പനിയുടെ ആവശ്യം. കൊല്ലം, വിഴിഞ്ഞം തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചരക്ക് യാത്രക്കപ്പൽ സർവീസിന് താൽപ്പര്യമുള്ള സംരംഭകർക്ക് റീജിയണൽ തുറമുഖ ഓഫീസറെ നേരിട്ട് സമീപിക്കാവുന്നതാണെന്ന് ക്യാപ്റ്റൻ പി.കെ. അരുൺകുമാർ, പോർട്ട് ഓഫീസർ, കൊല്ലം റീജിയണലിനെ അറിയിച്ചിട്ടുണ്ട്. പോർട്ട് അധികൃതരുമായി 2 തവണ ചർച്ച നടത്തിയതായി അനുകൂല നിലപാടുള്ളതാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് സ്വകാര്യ കമ്പനി അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വികസന പാതയിൽ കൊല്ലം എത്തി നിൽക്കുമ്പോൾ കൊല്ലത്തിന്റെ മുഖച്ഛായ തന്നെ മാറാൻ പോകുന്ന പദ്ധതികളാണ് എത്താൻ പോകുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം.